എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും കേട്ടോ. കീരാങ്കിരീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ട് ഇതിൽ എൻ്റെ സൗണ്ടിനെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ബ്ലാക്കും എല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ തലശ്ശേരിക്ക് പോകുന്നതാണ് ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. എനിക്ക് ഷോപ്പിംഗ് എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഷോപ്പിംഗ് ഇഷ്ടമായിരിക്കുമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ഈ വീക്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഓണം അല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ്, ഷോപ്പിംഗ്, പിന്നെ ഒന്നാം ഓണം, തിരുവോണം എല്ലാം കൂടെ ഒരു വീഡിയോ ആക്കിയിട്ട് ഈ വീക്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ശനിയാഴ്ച ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അത് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വീക്കിലെ നമ്മളെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഓണമല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ്, ഷോപ്പിംഗ് എല്ലാം അടങ്ങുന്ന, സെലിബ്രേഷനും അടങ്ങുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം നമുക്ക് ഇപ്പോൾ ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. അപ്പോൾ കമോൺ. അപ്പോൾ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് എനർജി സമ്പാദിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും തിന്നണം. അപ്പോൾ നമുക്ക് പപ്സ് തിന്നിട്ട് പോവാം. അങ്ങനെ എനർജിയെല്ലാം ബൂസ്റ്റ് ചെയ്ത് ഞാൻ പോകാൻ വേണ്ടി റെഡിയായിരുന്നു. പക്ഷെ അച്ഛൻ റെഡി ആയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? അച്ഛനെ വെയിറ്റ് ചെയ്യുന്നു. അയ്യോ, സമയം എത്രയായി? ഞാൻ എത്ര മണിക്ക് ഇൻട്രോ എടുത്തേ? 3 മണിക്കാ 4 മണിക്കാറ്റാ. ഇപ്പം സമയം 6 മണിയായി. സൂര്യൻ്റെ പാട്ടിൽ പോയി എന്നാ പറയണ്ടേ. ലേറ്റ് ആയില്ലേ? രാത്രി ഷോപ്പ് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് കൂടുതലാണ് എനിക്ക്. രാവിലെ പോലെയല്ല രാത്രി. പക്ഷെ വേഗം സമയം പോകുമെന്ന് വിചാരിക്കും. കൃഷ്ണ, അങ്ങനെ ലാസ്റ്റ് കുറേ കുറച്ച് ഡ്രസ്സ് കിട്ടി. മറ്റേ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടി. എവിടെ നിന്ന്? മാക്സ്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടു. പക്ഷെ പാൻറ്റ് വിട്ടിട്ട് എന്തോ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ബാക്കി എല്ലാ ഷോപ്സിലും പോയപ്പോൾ വിചാരിച്ചു ഓക്കെ ട്രയൽ റൂമിൽ ഞാൻ കയറിയിട്ട് കൊടുക്കാം. ഇവിടെ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു ഖാദിൻ്റെ ലുക്ക് ഉണ്ടാവും. അച്ഛൻ പക്ഷേ നോക്ക് ഗൈസ്, ഡ്രസ്സ് ഇതിൻ്റെ റെഡ് കളർ. ഓക്കെ ഗൈസ്, ഇത് കുറച്ച് ഇങ്ങനെ ലൂസാണ്. പക്ഷേ ഇവിടെ ടൈറ്റാക്കി പിടിക്കുമ്പോൾ ഇത് ഓക്കെ. പക്ഷേ ഇത് 1500 രൂപക്ക് വേർത്താണോ ചോദിച്ചാൽ വേർത്തില്ല. കാണുന്നുണ്ടോന്നറിയില്ല. ഓ, ഞാൻ ഉള്ളിൽ പാനിട്ടുണ്ടാണ്. പക്ഷെ അമ്മീ ഇത് സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന്
കൊടുക്കട്ടെ? ഓക്കെ. അപ്പൊ നമുക്ക് വിളിക്കും. നേരെ വിട്ടു പോകും. അച്ഛൻ വന്നിക്കൊണ്ടെടുത്തു. അപ്പം ഞാൻ ഒരു ഡ്രസ്സും കൂടെ ട്രയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ട്രയൽ ചെയ്ത് നോക്കാം. പക്ഷെ അത് 1000 ഒരു 700 കിട്ടും. സള്ളച്ചെടുത്ത് നല്ല പൊക്കത്തിലെടുക്കാം. ഞാൻ ഒരു ഡ്രസ്സ് എടുത്തു. ഫുള്ള് കാണുന്നുണ്ട്. സൂപ്പറല്ലേ? ഒരു മതമലിക്കുണ്ടോ? അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. മാരക ഷോപ്പിംഗ് എന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഇഷ്ടപ്പെട്ട സാധനം കണ്ടുപിടിക്കാൻ ഏതെല്ലാം ഷോപ്പിലാണ് കയറിയ. ഫസ്റ്റ് കയറി ട്രെൻഡ്സിൽ ഒരു പിണ്ണാക്കില്ല എന്ന് വെച്ചാൽ കളക്ഷൻസ് തീരെ കുറവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു ഡ്രസ്സും ഞാൻ അവിടെ കണ്ടിട്ടില്ല ട്രെൻഡ്സിൽ. അതിപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ളതാണെങ്കിലും കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഒരു എന്താ പറയുക, ട്രെൻഡ്സിൽ നമുക്ക് ഓക്കെ നമുക്കൊരു കാണുമ്പോൾ ആ ഒരു ഫീലില്ല, അത് കിട്ടുന്നേ ഇല്ല. എല്ലാം ഒരു മങ്ങിയ കളറ് ഡ്രസ്സും ഒക്കെ ഒരു എന്താ പറയുക, ഡ്രസ്സിൻ്റെ ഒരു പാറ്റേണൊന്നും എനിക്ക് തീരെ പിടിച്ചിട്ടില്ല ട്രെൻഡ്സിൽ ഇറങ്ങി. ട്രെൻഡ്സിലെ കളക്ഷൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള എല്ലാ മൂടും പോയി. പിന്നെ ട്രെൻഡ്സിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അച്ഛൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഷോപ്പിലാണ്. രാധാട്ടൻ്റെ ആർക്കയിലാണ് പോയത്. ആർക്കയിൽ പോയി ഞാൻ വിചാരിച്ച ടൈപ്പ് ആർക്കയിലും ഇല്ലായിരുന്നു. ഞാൻ രാധാട്ടന് കാണിച്ചു കൊടുത്തു, ഈ മോഡലുണ്ടോ പറഞ്ഞു. ഇല്ല, ഈ മോഡലില്ല. പിന്നെ ബൊട്ടീക്കിൽ പോയി അവരെ അവിടെയും ഇല്ല. പിന്നെ നമ്മൾ പിന്നെ നേരെ ലുലുവിൽ പോയി. ലുലുവിൽ പോയി. ലുലുന്ന് കിട്ടിയിട്ടില്ല. ലുലുവിൽ കുറേ പരുതി
അവർക്കും അവിടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഫുള്ള് ഇവിടെ മെസ്സായിട്ടാണ്, ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലെല്ലാം ഉണ്ടാവും എന്ന്. അവർ ഡ്യൂട്ടിയില്ലേ കാണിച്ചു തരണ്ട. അവരൊരു കസ്റ്റമർ സർവീസ് അത്ര ഓക്കെ അല്ല, ഒരു ഓക്കെ പോലും പറയണ്ട. അതുകൊണ്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ നേരെ സെഞ്ച്വറിയിൽ പോയി. എനിക്കറിയുന്ന നമ്മളെ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് വന്ന ഒരു ആദിത്യേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആദിത്യേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടോ ചോദിച്ചാൽ മതി, അവിടെ കാണാമെന്നല്ലോ. അപ്പോൾ ഞാൻ അടുത്ത് ഡ്രസ്സെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആദിത്യേച്ചി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പോയിട്ടുണ്ടാവും. കാരണം ലേറ്റ് ആയല്ലോ നമ്മൾ പോവാൻ, നമ്മൾ തലശ്ശേരിയിലെത്താൻ തന്നെ 8 മണിയായി. അങ്ങനെ അവിടുന്ന് ആദിത്യേച്ചിനെ കണ്ടിട്ടില്ല, പക്ഷെ സെഞ്ച്വറിയിൽ നിന്ന് കളക്ഷൻസ് നോക്കി. ഞാൻ കാണിച്ചു കൊടുത്ത ടൈപ്പ് അവിടെ ഉണ്ട്, പക്ഷെങ്കിൽ അത് ഭയങ്കര ഹെവി വർക്ക്. എനിക്കാണെങ്കിൽ ഓക്കെ സിമ്പിൾ, കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കണം, എന്നാൽ ലുക്കിങ് ഗുഡ്, ഫീൽ ഗുഡ്. കാണുമ്പോൾ എനിക്കൊരു വാവ് ആ ഒരു ഫീല്. കാരണം ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുത്തൊരു ഡ്രസ്സാണെങ്കിൽ എൻ്റെ അടുത്തത് എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അറിയുന്ന ആരെങ്കിലും എൻ്റെ ചോദിക്കും എവിടുന്ന വാങ്ങിയേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അൺലിമിറ്റഡ് എടുത്ത വിഷു അല്ല കഴിഞ്ഞ ഡ്രസ്സ് ഇന്ന് എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചിന് നിൻ്റെ ആ വൈറ്റ് ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തത്. ഞാൻ പറഞ്ഞു അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ ഞാൻ അവളെൻ്റെ അടുത്ത് റേറ്റാണ് ചോദിച്ചത്. റേറ്റ് എത്രയാണ്? ഞാൻ പറഞ്ഞു 1500. ഓ എന്താ ഓക്കെ, കാരണം അവരൊക്കെ പോണ്ടിയില്ല. അപ്പോൾ അവിടെയൊക്കെ അഫോർഡബിൾ പ്രൈസിൽ അവർക്ക് ഡ്രസ്സ് കിട്ടും. കാരണം നമ്മളിവിടുത്തെ കളക്ഷൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഡ്രസ്സിനൊന്നും അവിടെ ഇത്ര പ്രൈസ് വരുന്നില്ല. അപ്പോൾ അവർക്ക് ഇതൊക്കെ വലിയ കോസ്റ്റ്ലിയാണ് ഡ്രസ്സിൻ്റെ പ്രൈസൊക്കെ ഇവിടുത്തെ. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു. അധികം ഞാൻ ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അറിയുന്ന ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ എൻ്റെ ചോദിക്കും എവിടുന്ന് എടുത്ത്. കാരണം ഞാൻ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ അത് എടുത്തിട്ട് വരും, ഇതുവരെ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനൊരു മോഡൽ ഒക്കെ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതെനിക്ക് കിട്ടണം. അങ്ങനെ ഞാനൊന്ന് നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ട് പോയതാണ് ഞാൻ. പക്ഷേ ഇൻസ്റ്റയിൽ കുറേ വീഡിയോസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ഏത് മോഡലാണ് ഏത് സെക്ഷനാണ് നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ച് ഏത് സെക്ഷൻ എന്നാ പറയണ്ടേ, സെമി പാർട്ടി വെയറിനാണ്. ഞാൻ എല്ലാവരും പോയപ്പോൾ സെമി പാർട്ടി വെയറിനാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഓണത്തിനുള്ളത് വേണം, പിന്നെ ഹർഷേച്ചിൻ്റെ കല്യാണത്തിനുള്ളത് വേണം, പിന്നെ ഞാൻ ട്രിപ്പ് പോകുന്നുണ്ടല്ലോ അപ്പോൾ അതിനുള്ളതും വേണം. അപ്പോൾ ഒരു 3 ഡ്രസ്സ്, ഞാൻ 3 ഡ്രസ്സ് വിചാരിച്ചിട്ടില്ല, ഞാൻ 2 ഡ്രസ്സാണ് വിചാരിച്ചത്. ഞാൻ അച്ഛൻ്റെ അടുത്ത് എനിക്ക് 2 ഡ്രസ്സ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പം അച്ഛൻ എന്നോട് പറയും ഞാൻ 6 ഡ്രസ്സ് എടുത്തു. അങ്ങനെയല്ല പറഞ്ഞാൽ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ മാക്സിലെത്തി, സെഞ്ച്വറിയിൽ നേരെ മാക്സിലെത്തിയപ്പോൾ അതുവരെ ഒന്നും അച്ഛനും ഇഷ്ടപ്പെട്ടില്ല എനിക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മാക്സിലെത്തിയപ്പോൾ ഓക്കെ, അച്ഛനും ഓക്കെ എനിക്കും ഓക്കെ. അച്ഛൻ അപ്പോൾ അത് ഇത് നല്ല രസമില്ല നോക്കി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അച്ഛനിങ്ങനെ ഓരോന്നോരോന്ന് പെറുക്കി എടുത്തിരുന്ന മാക്സിലെ കളക്ഷൻസ് എനിക്ക് അച്ഛനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ കളക്ഷൻ ഇനിയും അവിടെ കുറേ കളക്ഷൻസ്. ഞാൻ ആദ്യം കുറേ ഡ്രസ്സ് എടുത്ത് നോക്കി, ട്രയൽ ചെയ്തു. അതിൽ നിന്നാണ് 2 ഞാൻ 2 എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലൊന്ന് ഞാൻ ഓക്കെ 1300. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെടുക്കാം, കാരണം ഒരു കോട്ട് സെറ്റ് പോലെ വരുന്നത്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു വെറൈറ്റി. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതെടുത്തു. അങ്ങനെ ആദ്യം അതെടുത്തു. പിന്നെ പിങ്കിഷ് അടിക്കുന്ന ആ ഡ്രസ്സ് ഇട്ടപ്പോൾ അത് അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിന് 1700 ഉണ്ട്, അത്ര വേണോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല 2 എടുത്തു. അപ്പം എൻ്റെ മനസ്സിലൊരു ലട്ട് പൊട്ടി. അപ്പോൾ അച്ഛനോട് ശരിക്കും 2 ഞാൻ എടുക്കട്ടെ? അങ്ങനെ 2 എടുത്തു. പിന്നെ കഴിഞ്ഞ അച്ഛൻ എന്നോട് പറയാം ഒന്നും കൂടെ നോക്കിക്കോ, വേറൊരു പെണ്ണ് അവിടുത്തെ ഡ്രസ്സ് നോക്കുന്നുണ്ട്, ഒരു ഡ്രസ്സ് ഇട്ടില്ല ഓളിട്ട പോലത്തെ ആ പച്ച ഫ്രോക്ക് നോക്ക്. അങ്ങനെ നമ്മൾ ആ പച്ച ഫ്രോക്ക് നോക്കി, പക്ഷെ അതിന് പാൻറ്റില്ല. അതുകൊണ്ട് അവന് വേണ്ട, അത് വൈറ്റിൻ്റെ ബെൽറ്റ് വരുന്ന പോലത്തെയാണ്. അപ്പോൾ അത് ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് വരുന്ന പോലെയാണ്. അതെനിക്ക് അങ്ങനെ കുറച്ച് ഇത്ര കട്ടിയില്ല ഇലാസ്റ്റിക് വരുന്നതൊന്നും ഇഷ്ടമല്ല. നേർമനി ഇങ്ങനെ ഒരു ജസ്റ്റ് ലൈന് പോലെ വരുന്നതെല്ലാം എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് അത് നോക്കാണ്ട് വേറൊന്നും നോക്കി. അതാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചത്. അതിന് പാൻറ്റില്ല, പക്ഷേ 1000 അവിടെ എനിക്ക് തോന്നുന്നു ചെറിയ ക്രോപ്പ് ടോപ്സിനാണ്. മാക്സിൽ ഞാൻ ഇപ്പോൾ പോയപ്പോൾ ഒക്കെ ക്രോപ്പ് ടോപ്സിനാണ്, എന്നാലും പ്രൈസ് കുറവ്. അതും ക്രോപ്പ് ടോപ്സ് നമ്മളവിടെ അവർ ഫോൾഡ് ചെയ്ത് വെക്കൂലേ അതിനാണ്, എന്നാലും റേറ്റ് കുറവ്. അവിടെ ഷോക്കേസ് ചെയ്ത് വെച്ച എല്ലാത്തിനും അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. പക്ഷേ എങ്കിൽ നല്ല കളക്ഷൻസാണ്. ആ പ്രൈസിന് വേർത്താണോ എന്ന് ചോദിച്ചാൽ വേർത്തല്ല, എന്നാലും
ഓക്കെയാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ 1700 വേണ്ടായിരുന്നു. ഞാൻ എടുത്ത പിങ്കിന് 1300 പിന്നെ വൈറ്റിനൊരു 900 അത്രയൊക്കെ ആണെങ്കിൽ ഞാൻ ഫുൾ എൻ്റെ മനസ്സ് ഫുള്ളങ്ങ് നിറയുന്നു. പക്ഷേങ്കിൽ ഓക്കെ, അച്ഛൻ എനിക്ക് 3 ഡ്രസ്സ് വാങ്ങി തന്നല്ലോ, അപ്പം തന്നെ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഫുഡും കഴിച്ചു, നേരെ വീട്ടിലെത്തി. അപ്പോൾ ഈ കുറച്ച് കഥകൾ എനിക്ക് പറയണം തോന്നി, കാരണം ഞാൻ ഇന്ന് അത്രയും ഞാൻ ഇങ്ങനെ ഭഗവാനെ എവിടുന്നെങ്കിലും എനിക്ക് കിട്ടണേ, കാരണം സമയം എത്രയായി, ലേറ്റായി. ഇനി ഇന്നും കൂടെ നോക്കിയില്ല, പിന്നെ നാളെ അച്ഛൻ കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേങ്കിൽ ഞാൻ ഒരിക്കലും SM സ്ട്രീറ്റിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയതാണ്. പക്ഷെ എനിക്ക് അവിടെ നോക്കി എനിക്ക് അപ്പോൾ പോയപ്പോൾ വലിയ കളക്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ കളക്ഷൻസ് ഉണ്ട്, പക്ഷെ അഫോർഡബിൾ ഒന്നുമല്ല അവിടുത്തെ. അതുകൊണ്ട് ഞാൻ എന്തായാലും എനിക്ക് എടുക്കണം എന്നുള്ള മൈൻഡിൽ വന്നുകൊണ്ട് കിട്ടിയിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടം, കാരണം ഇത്തിരി ഷോപ്പ് കയറി ഇറങ്ങിയിട്ടല്ലേ. പക്ഷെ കിട്ടി 3 ഡ്രസ്സും കിട്ടി. യെസ്, നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നേരെ വീട്ടിൽ വന്നു. ഇനി നാളെ മേ ബി കോഴിക്കോട് പോവും, ഇല്ലെങ്കിൽ പോവില്ല. അപ്പോൾ പോവെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ, സി യു, ഗുഡ് നൈറ്റ്. അപ്പം നമുക്ക് ഇതെല്ലാം അൺബോക്സ് ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തത്. ഇതിൻ്റെ ബാക്കിൽ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാബാ, ഡ്രസ്സ് കാണണ്ടേ? നിങ്ങളല്ലേ അറിയില്ല, എടുത്തു കാണിച്ചാലോ. ഫസ്റ്റ് ഇതൊരു ഇതെവിടുന്ന് എടുത്ത പറയ്, ഊഹിക്ക്, എവിടുന്ന എടുത്ത? കറക്റ്റ്, കീർത്തനല്ല. കീർത്തന കൂട്ടി പോയില്ലേ? കീർത്തന ഇപ്പൊ ഇല്ല. കീർത്തന ഉറിപ്പ ദുബായിൽ. ഇത് ഇതാക്കണം എന്റെ പാൻറ്. സൂപ്പറാ. ഇനി അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇത് പാൻറ്. എനിക്ക് ആദ്യം ഇഷ്ടല്ലേ, പക്ഷെ ഇപ്പൊ ഭയങ്കര ഇഷ്ടം. ഈ ടോപ്പ് രണ്ടെണ്ണത്തിനാ ഞാൻ പറഞ്ഞ, പക്ഷെ അച്ഛൻ 3 വെച്ചു. ഇത് അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പിങ്കിഷ്. സൂപ്പറല്ലേ? അപ്പൊ ബൈ. ഹലോ, അപ്പം ഇന്നാണ് ഉത്രാടം. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്തൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണുള്ളത്. സാധാരണ ഓരോണം ഇവിടെയും ഒരോണം നമ്മളെ വീട്ടിലും ആയിരിക്കും. പിന്നെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളെ അമ്മമ്മേൻ്റെ വീട്ടിൽ, എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലെല്ലാം പോകും. ഞാനും അമ്മയും അച്ഛനെല്ലാം കൂടിയിട്ട്. ഇനി ഞാനും അമ്മയും പോകും. അങ്ങനെയൊക്കെയാണ് സാധാരണ ഓണത്തിന് സംഭവിക്കൽ. ഈ പ്രാവശ്യം എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞാനും വേറൊരു മൂത്തവും കൂടെ ഇങ്ങോട്ടേക്ക് വന്നെയാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് എല്ലാം എടുത്തിട്ട് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാമെന്ന് വെച്ചു. അങ്ങനെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ലരേനും ഒന്ന് തന്നെ കാണിക്കുക. ഇതാണ് എൻ്റെ ഉത്രാടത്തിൻ്റെ കൊടി, 1ാം ഓണത്തിൻ്റെ കൊടി. രസമല്ലേ? ഇനിയിപ്പോൾ നമ്മൾ തലശ്ശേരിക്ക് പോകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചിലപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ തലശ്ശേരിക്ക് പോകും. കുറച്ചും കൂടെ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഇപ്പം അച്ഛനെല്ലാം എനിക്ക് കൊടി എടുത്ത് തന്നിട്ടുള്ളൂ. ഇനി ഏട്ടനെടുത്ത് തരാനുണ്ട്, ഏച്ചി എടുത്ത് തരാനുണ്ട്. സാധാരണ ഇത്രയൊക്കെയാണ് നടക്കൽ. അപ്പം എനിക്ക് ഉത്രാടത്തിനൊരു കോടി, തിരുവോണത്തിനൊരു കോടി മസ്റ്റാണ്. നോക്കിയിട്ട് തലശ്ശേരി പോവും, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഓക്കെ, ബായ്. അങ്ങനെ മൂത്തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് പോന്നാണ്. സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് മൂത്താടെ കൂടിയിട്ടുള്ള പിള്ളേര്. ഇന്ന്
ഇന്ന് ചോറ്, മീൻകറി, പപ്പടം, മീൻ പൊരിച്ചത്, അവിയല്, പച്ചടി, അച്ചാറ്, പിന്നെ വറവും ഉണ്ട്. ആനക്ക് വേണ്ട കോട്ടപ്പാര വറവും കൂമ്പ് വറവും. അപ്പൊ ഇതിൽ അവിയലും പച്ചടിയും ഞാൻ തിന്നില്ല, ഇത് 3 തിന്നും. തിന്നാം. ചായ കുടിക്കാം. അപ്പം അമ്മ കപ്പക്കിഴങ്ങിനെ കൊണ്ട് കോഴിക്കാലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെന്ന് നോക്കാം. ഞാൻ മുടിയെല്ലാം കിട്ടിയിട്ട് അങ്ങോട്ട് പോയാൽ റെഡി ആയിക്കുന്നതെന്ന് വെച്ചാൽ മൂത്തേൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ പോകണം. മൂത്താനിക്ക് എന്ത് തിന്നാനാക്കി വെച്ചിട്ടുണ്ടോ, അപ്പം നമ്മൾ വേസ്റ്റ് ആക്കാമല്ലോ. അപ്പം അവിടെ പോയി അതും കഴിച്ച് കുറച്ച് സമയം കഴിച്ച് തിരിച്ചു. അപ്പം നമുക്ക് ആദ്യം കോഴിക്കാൽ ടേസ്റ്റ് ചെയ്ത് പോകാം. ഫുൾ ഞാൻ മൂക്കേൻ്റെ വീട്ടിൽ വീണ്ടും എത്തി. തിന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വന്നേ. ഉള്ളിവട ആക്കി വെച്ചിട്ട് ഇവിടെ അധികം ഉള്ളിവട ആയിരിക്കും. ഉള്ളിവട ഓർപ്പഴം പൊരി. ഏട്ടനുള്ള സമയത്ത് ഉള്ളിവട, ഫ്രീയുള്ള സമയത്ത് ടൈം ക്രിസ്പി ഉള്ളിവട. ഇതൊരു ഫുഡ് ബ്ലോഗ് മാത്രമായി മാറുന്നുണ്ടോ എന്നൊരു സംശയം. ഇല്ല, ഷോപ്പിങ്ങിൻ്റെ എല്ലാം ഞാൻ ഇട്ടുണ്ടല്ലോ. അപ്പോൾ ഒക്കെ ഞാൻ തിന്നിട്ട് വരാം. TV ഓണം. രാത്രിയായി. ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോകാം. ഓക്കെ, ബൈ. ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം ടു ഓൾ. അപ്പോൾ ഞാൻ അത്ര വലിയ ഹാപ്പിയല്ല, കാരണം ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നിട്ടില്ല. കാരണം ഞാൻ രാവിലെ എണീച്ച് അമ്പലത്തിലെല്ലാം പോകണമെന്ന് വിചാരിച്ചാണ്. ഇന്നലെ രാത്രി കിടക്കുന്ന വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തുമ്മൽ. പിന്നെ ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്കും ഭയങ്കര തൊണ്ടവേദന. അപ്പം ഞാൻ അപ്പം തന്നെ എണീച്ച് ഉപ്പുവെള്ളമെല്ലാം ഗാർഗിൾ ചെയ്ത്. കാരണം രാവിലെ എണീച്ചിട്ട് അമ്പലത്തിൽ പോകണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പൊളിച്ചൊക്കെ എണീച്ച് ചെയ്യാം, കാരണം രാവിലെ ആകുമ്പോഴത്തേക്ക് മാറുന്നല്ലേ ഞാൻ വിചാരിച്ചു. പക്ഷെ രാവിലെ ആയിട്ടും തൊണ്ടവേദനയും പോയിട്ടില്ല, തുമ്മലും പോയിട്ടില്ല, മേലും കൈവേനയും തുടങ്ങി. ഞാൻ വിചാരിച്ചു ദൈവമേ ഇന്നത്തെ ദിവസവും പോവും, പിന്നെ എനിക്ക് നാളെ ട്രിപ്പിന് പോകണമല്ലോ, അപ്പോൾ അതും കൊള്ളാവൂലേ. അപ്പം ഞാൻ രാവിലെ കുറച്ച് സമയം അങ്ങനെ കിടന്നു. ഞാൻ എണീക്കാനൊരു 10 മണിയെല്ലാമായി. അപ്പോൾ എണീച്ച പാടെ അമ്മ പനിക്കൂർക്കലെല്ലാം ഇട്ടിട്ട് വെള്ളമെല്ലാം തന്ന്. പിന്നെ തൊണ്ട ഭയങ്കര ഇറിറ്റേഷൻ, തൊണ്ട വല്ലാണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം അമ്മ കുരുമുളകെല്ലാം ആക്കി തന്ന്. അപ്പോൾ കുറച്ചൊന്നും ഓക്കെ ആയി. അപ്പം ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി. അപ്പോഴത്തേക്ക് ഉച്ചയായി. അപ്പം ഞാനിന്നെല്ലാം രാവിലെ എണീച്ച് അമ്പലത്തിൽ പോകുന്ന കാണിക്കണം, പിന്നെ കൂടുന്ന കാണിക്കണം, പിന്നെ ഇവിടെ ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കാണിക്കണം, എല്ലാം കാണിക്കണം. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഇന്നത്തെ ഡേ ഫ്ലോപ്പായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഉച്ചയായി. ഇനിയിപ്പോൾ കാര്യമായിട്ട് കാണിക്കാൻ എന്താ ഫുഡ് കഴിക്കുന്നത്. പിന്നെ അമ്മമ്മേൻ്റെ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാനുള്ളത് ഈ വീഡിയോയിൽ. ഞാൻ ഇന്ന് കുറച്ചൊരു ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിന് വീഡിയോയിൽ. കാരണം ഇന്നലെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ എന്ത് വിചാരിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റായിട്ടേ നടക്കുന്നുള്ളൂ. എന്താ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇപ്പോൾ ട്രിപ്പ് നമുക്ക് വൈബാക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തയച്ച ഹർഷേച്ചിയുടെ കല്യാണമാണ്. അവിടെ പന്തലിടാനെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ 2 വീഡിയോ നമുക്ക് കളറാക്കാം. എൻ്റെ ഈ പ്രാവശ്യത്തെ 2025 ഓണം ഇങ്ങനെ തീർന്നു. അപ്പോൾ എനിവേ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് അമ്മമ്മേൻ്റെ അവിടെ പോകുമ്പോൾ കാണാം.
ഇതെന്താ അച്ചാറാ? നമുക്കിന്ന് ചോറിന് എന്തെല്ലാം നോക്കാം. ചോറ്, ചിക്കൻ കറി, മീൻ കറി. ഇതെന്നാ മീന്? തെരണ്ടി. ഇത് അവോലി പൊരിച്ചത്, പപ്പടം, എനിക്ക് 2 പപ്പടം, പിന്നെ അയില പൊരിച്ചത്, കൂട്ടുകറി, ബീൻസ് വറവ് ഞാൻ തിന്നൂല, എന്നാലും കാണിക്കാൻ വേണ്ടിയിട്ട് മൂത്തിട്ടതാ. പിന്നെ നാരങ്ങ അച്ചാറ്, പച്ചടിയും ഞാൻ കൂട്ടില്ല, ഇതും അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതെല്ലാം കൂട്ടിയിട്ട് തിന്നാം. അങ്ങനെ നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിലെത്തി. മാമൻ എന്നെ ഇൻവിറ്റേറ്റ് ചെയ്തു. ഹെൽമെറ്റ് വെച്ച് ഇവിടെ ഉത്തരമുത്ത് എത്തിയില്ല. നമ്മളെക്കാട്ട് മുന്നേ എത്തണ്ടിയല്ലേ? കുറച്ചായിട്ട് കാണാം. മൈസൂർ പാക്ക് കുറേ അല്ലേ തിന്നിട്ട്. ഇവിടെ പായസം വെക്കൂല കൈസ്, അതുകൊണ്ട് മാമ മൈസൂർ പാക്ക് വന്നു. നമുക്ക് മധുരം വലിയ ഇഷ്ടമല്ല, പക്ഷെങ്കിൽ മൈസൂർ പാക്ക് കുറേ ആയിട്ട് തിന്നാത്തോണ്ട് വരും. ഞാനും അമ്മയും സവാരിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. വരുന്ന വയ്ക്കാൻ ഞാൻ ഇന്നലെ പോയ മൂത്തേൻ്റെ വീടില്ലേ, ആടിയും കയറി. പിന്നെ അവിടുന്ന് ചായയും കുടിച്ച് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അടുത്തൊരു വീഡിയോ എടുക്കാൻ മറന്നു. ഇന്നലെ എടുക്കണല്ലോ ഇല്ലേ. പിന്നെന്നാ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകുക. പിന്നെ നാളെ പോകാനുള്ള പാക്കിങ്, വലിയ രീതിയിലുള്ള പാക്കിംഗ് ഒന്നുമില്ല. ഇന്ന് പോയി 8-ാം തീയതി തിരിച്ചു വരും. അപ്പോൾ ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പാക്കിങ്ങിൻ്റെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ. അപ്പം നമ്മളെ ഓണം വീക്ക് ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.